ഞങ്ങൾ ഒരു മോൻ പറഞ്ഞു ഇവിടെ ഒരു ജാപ്പനീസ് ഗാർഡൻ ഉണ്ട്, അവിടെ നിന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. ശരി, പോയി കളയാം എന്ന് പറഞ്ഞു. അങ്ങനെ ജാപ്പനീസ് ഗാർഡനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഈ ബോൺസായി മരങ്ങളില്ലേ, അത് 125 വർഷം പഴക്കമൊക്കെ ഉള്ള ഇത്രയുള്ള മരങ്ങൾ, നല്ല മരം അതുപോലെ നിൽക്കുകയാണ്. ഓരോ ഒല്ലു ചുടിച്ചട്ടിയിൽ നിർത്തിയേക്കാണ്. അതിന് രണ്ടുപേര് കാവലുണ്ട്. ഈ തൊടാൻ പോലും അവർ സമ്മതിക്കുകയല്ല, കാരണം അത്രയും വാല്യുബിളായിട്ടുള്ള മരങ്ങളാണ്. അങ്ങനെ നേരെ അവിടെ ചെന്നിട്ട് ആദ്യം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മുതൽ ഇവിടെ പൂക്കളാണ്. റോഡിൻ്റെ ഒരു വശം മുഴുവൻ പൂക്കളാണ്. പൂക്കളെന്ന് പറഞ്ഞാൽ റോസ് ചെടികളെന്ന് പറയുന്നത് പല വെറൈറ്റി നമ്മൾ കണ്ടിട്ടില്ലാത്ത. അതിൻ്റെ കളർ എന്നൊക്കെ പറയുന്നത് അത് ഇവിടെ പറ്റുള്ളൂ. അത് നമ്മളിപ്പോൾ അതിൻ്റെ ഒരു കമ്പ് കിട്ടി അവിടെ കൊണ്ടുവച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചാലൊന്നും ഈ കളർ കിട്ടത്തില്ല. ഡാർക്ക് റെഡ്, അതേപോലെ യെല്ലോ, വൈറ്റ്, റോസ്, അങ്ങ് പല കളറിലുള്ള റോസ് ചെടികളാണ് ഒരു സൈഡ് മുഴുവൻ. മറു സൈഡിലാണ് ഈ ജാപ്പനീസ് ഗാർഡൻ. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, ജാപ്പനീസ് ഗാർഡനിലേക്ക് കയറി. ജാപ്പനീസ് ഗാർഡനിൽ കയറുമ്പോൾ അപ്പോഴത്തേക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ജാപ്പനീസ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവൻ പറഞ്ഞു അവിടെ കാപ്പി കിട്ടത്തില്ല, ചായ കിട്ടുമെന്ന് പറഞ്ഞു. ചെന്ന് നോക്കിയപ്പം ബ്ലാക്ക് ടീ ആണ്. അപ്പോൾ അത് വളരെ സ്ലൈസായിട്ട് നീളത്തിലുള്ള തേയില പോലുള്ള ഒരു സാധനമാണ്, അത് ഇടുന്നതാണ്. അത് ഒരെണ്ണത്തിന് ഇത് ഒരു 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 ചായക്ക് $6 വില. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, അതായത് ഒരു 500 രൂപയ്ക്ക് മുകളിൽ വില വരും. അപ്പോൾ മോനൊരു ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ. ഞാൻ ചോദിച്ചു ഇതെന്ത് ഓർഡർ ചെയ്തേക്കുന്നത്? വട പോലെ ഇരിക്കുന്ന ഒരു സാധനം, വെളുത്തിരി, നല്ല മിനുങ്ങാണ്, നല്ല അത് നമ്മൾ സാറിന് ഈ അലൂമിനിയം ഫോയിലിൻ്റെ കളർ അതിന്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞു, മൂത്താപ്പ ഇത് മോച്ചി ആണെന്ന് പറഞ്ഞു. ഞാനങ്ങ് ചിരിച്ചു പോയി. ചായക്ക് മേച്ച എന്നാണ് ഈ ചായയുടെ പേര്, മേച്ച. അത് മേക്ക, നമ്മൾ MECHA ആണ്. അത് മേച്ചാണ് ജാപ്പനീസിൽ ഉച്ചരിക്കേണ്ടതെന്ന് അവൻ പറഞ്ഞത് എനിക്ക്. അപ്പം മോൻ അന്നേരം ഈ സാധനം തന്നെയാണ് ഈ മോച്ചി, ഇത് ശകലം ടേസ്റ്റ് നോക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞ്. അവൻ പറഞ്ഞ് ഇത് നമ്മുടെ ഈ സുഖീനുണ്ടല്ലോ അതേപോലുള്ളൊരു സാധനം, ഇതിനകത്ത് പയറാണ് ഇതിനകത്ത് അരച്ചു വെച്ചേക്കുന്നത്, പേസ്റ്റ് പോലെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. മധുരമുള്ളതാണ്, അതിനകത്ത് ആഡഡ് ഷുഗറൊന്നും ഉള്ളതല്ല, അത് നല്ല. അപ്പോൾ ഞാനതിൽ നിന്നൊന്ന് പിച്ചാൻ നോക്കി. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഇതിങ്ങനെ വലിയല്ലേ, അവൻ അങ്ങോട്ട് വലിക്കുന്നു, ഞാൻ ഇങ്ങോട്ട് വലിക്കുന്നു. ഏതായാലും ഒരല്പം അതിൽ നിന്ന് പറിച്ചെടുത്തു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇവനെ എനിക്ക് പറഞ്ഞു തന്നു, എന്നെ കാണിക്കുകയും ചെയ്തു അതിൻ്റെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് അരിമാവാണ് കേട്ടോ. ഈ അരിമാവ് അത് അല്പം എണ്ണ അതിൽ തൊടും, ഇത് ഇടിച്ചൊരു പരുവമാക്കും. പരുവമെന്ന് പറഞ്ഞാൽ ഒരാൾ ഇത് വലിക്കും, ഒരാൾ ഇടിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ കാർപ്പൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന, നമ്മൾ പറയുമല്ലോ ഹാമർ, കൊട്ടൂടി എന്ന് പറയുന്ന സാധനം വലുത്, അത് വെച്ചാണ് അടിക്കുന്നത്. ഇതിനകത്ത് ആടിച്ചാണ് ഈ മാവ് അടിച്ചൊരു പരുവമാക്കി കഴിയുമ്പോൾ ഇത് വലിക്കുന്നത് പോലെ ആവും കേട്ടോ. ഒരേ അതിശയമാണത്. അങ്ങനെ ഞാൻ അത് കണ്ടത്. അത് അങ്ങനെ ആക്കി എടുത്തിട്ടാണ് അതിനകത്ത് ഇതേപോലെ ഈ പയറ്, നമ്മുടെ ബീൻസ് ഉള്ളല്ലോ, നമ്മുടെ ചുവന്ന പയറ്, ആ പയറ് വേവിച്ച പയറാണ്, അതിന് മധുരമുണ്ട്. ആ പയറാണ് ഇതിനകത്ത് വെച്ച് അരച്ച് അതിൻ്റെ പേസ്റ്റ് വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. അങ്ങനെ മോച്ചി എന്ന് പറയുന്ന ജാപ്പനീസ് വിഭവം കഴിച്ചു കേട്ടോ. അതിനൊക്കെ നല്ല വിലയാണ് കേട്ടോ. അവരത് വളരെ ടൂറിസം എന്ന് പറയുന്ന അവർ ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ഇവിടെ അമേരിക്കയിലൊക്കെ. കാരണം ഇത് ഗവൺമെൻറ്റിൽ നിന്ന് ഇതിൻ്റെ ടാക്സും കിട്ടും, ഇവിടെ ഇതിൻ്റെ കച്ചവടവും നടക്കും. അങ്ങനെ ഞങ്ങൾ മോച്ചിയും മേച്ചായും കഴിച്ചു. എന്നിട്ട് പിന്നെ നേരെ അവിടെ കയറി. ആദ്യം കാണുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ വളരെ ഡ്വാർഫായിട്ടുള്ള ഈ മരങ്ങളാണ്, അത് ബോൺസായി. അതൊരു ഏതാണ്ടൊരു 10-20 മരങ്ങളുണ്ട്, പല വർഷങ്ങളിലുള്ളതാണ്. 125 വർഷം, 100 വർഷം, 50 വർഷം ഒക്കെ ആയിട്ടുള്ള മരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വളരെ നാച്ചുറൽ ബ്യൂട്ടിയാണ് അതിനകത്ത് കേട്ടോ, ഒരുപാട് മരങ്ങൾ. അപ്പോൾ ഒരു ഭാഗത്ത് ഫിഷിൻ്റെ, അതായത് അക്വാകൾച്ചർ, അവർ ഈ മീൻ വളർത്തുന്നുണ്ട് അതിനകത്ത്. നോക്കിയപ്പം പല കളറിലുള്ള മീൻ, വലിയ മീനാണ്, സ്വർണ്ണ കളറ്, അതുപോലെ തന്നെ യെല്ലോ, പിന്നെ ഒരു കറുത്തത്, അങ്ങനെ പല നിറത്തിലുള്ള വലിയ മീനുകൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്.
അത് അവിടെ അതിനകത്തെ അവരും അത് വളർത്തുന്നുണ്ട്. ഒരുപാട് കാണാൻ ആളുണ്ട്. അവിടെ പോയപ്പോഴും 2 മലയാളികളെ കണ്ടു. ഒന്ന് ഒരു കോട്ടയംകാരാണ്, ഒരു ഫാമിലി. അത് ഹസ്ബൻഡും വൈഫും അവർ 2 മക്കളും. അതേപോലെ വേറൊരാൾ കോഴിക്കോട്ടുകാരനാണ്. അവരും വന്ന് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ് വന്ന് പരിചയപ്പെട്ടതാ. എവിടെ പോയാലും നമ്മുടെ മലയാളികളെ ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല, കാണാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. മാത്രമല്ല അവരിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വരും. അപ്പോൾ നമ്മുടെ ഈ കോട്ടയംകാർ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ വളരെ ട്രാവൽ ചെയ്താണ് വന്നേക്കുന്നത്. അവർ വളരെ ദൂരെ നിന്നാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഒന്ന് അവർ ഏത് സ്റ്റേറ്റാണെന്ന് ഞാനങ്ങ് മറന്നുപോയി അവർ വന്നത്. ഇത് ഒറിഗോൺ സ്റ്റേറ്റാണ്. പക്ഷേ അവർ വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നത് അത് ഇവിടെ മിഷിഗൺ ആ ഭാഗത്തുനിന്ന് ആണെന്ന് തോന്നുന്നു. ഏതായാലും അവർ ഫ്ലൈറ്റിൽ വന്നിട്ട് അവർ വന്നേക്കാണ്. അവർ പിറ്റേന്ന് തിരിച്ചു പോകുന്നു പറഞ്ഞു. അപ്പോൾ ഇതൊരു ലോങ് വെക്കേഷൻ പോലുള്ള ദിവസങ്ങളാണ് ഈ 3 ദിവസം. അതുകൊണ്ടാണിത്. അങ്ങനെ ജാപ്പനീസ് ഗാർഡനിലൂടെ ഞങ്ങൾ ഒരുപാട് നടന്നു. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. വളരെ ടീഡിയസ് ആണ് ഈ നടത്ത എന്ന് പറയുമ്പോൾ. ഇത് സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഇയാൾ എങ്ങനെ നടന്നെന്ന്. ഇപ്പം നമ്മൾ നടന്നു തീർത്ത വഴികൾ നമ്മളൊന്ന് ചിന്തിക്കണം. ആ മനുഷ്യൻ അയാൾ ലോകത്തിന് തന്നെ, നമ്മുടെ രാജ്യത്തിന് തന്നേക്കുന്ന വലിയ സംഭാവനയാണ് അയാളുടെ ട്രാവലോഗുകൾ എന്ന് പറയുന്നത്. വളരെ അത്രയും കഷ്ടപ്പെട്ടാണ് ഇതെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഒരുപാട് മരങ്ങൾ ഇതിനകത്തുണ്ട്, പല പല മരങ്ങൾ. അതിനിടയിലൂടെ കൽപ്പടവുകളൊക്കെ കെട്ടിയേക്കാണ്. ഒരുപാട് പടികൾ കയറാനുണ്ട്, ഇറങ്ങാനുണ്ട്. അപ്പോഴത്തേക്കങ്ങ് കുഴഞ്ഞ് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഇത് കണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ജാപ്പനീസ് ഗാർഡനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ എതിർവശത്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു മായാ ലോകമാണ്. പിന്നെ അവിടെ റോസ് എന്ന് പറയുന്നത് ഒരു അത് ഏഷ്യയിൽ തന്നെ അവരെന്തോ ഏഷ്യൻ ഇതാ പറഞ്ഞേക്കുന്നത്. അതായത് ഏഷ്യയിൽ മത്സരത്തിന് വേണ്ടി നട്ടേക്കുന്ന റോസുകളാണ് എല്ലാം. ഈ ഫ്ലവർ അതിൻ്റെ പൂക്കളുടെ മത്സരം അതൊന്ന് കാണേണ്ടതാണ്. ഇതെങ്ങനെ എന്ത് നട്ടാണ് ഇതുപോലെ പൂക്കളതി വിരിയുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് അത് മുഴുവൻ ഞാൻ എടുത്തു. പക്ഷെ അത് എന്ന് പറഞ്ഞാൽ അതായത് നീല റോസുണ്ട്, റോസാപ്പൂക്കളുണ്ട്, പല ടൈപ്പാണ്, വയലറ്റ്. ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്, ഒരു കാഴ്ചയാണ് കേട്ടോ. അത്രയും വലിയ പൂന്തോട്ടം ഞാൻ കണ്ടിട്ടില്ല. റോസ് ഗാർഡൻ ഏറ്റവും നല്ലത് ഇന്ത്യയിൽ ഞാൻ കണ്ടത് ചണ്ഡീഗറിലാണ്. ചണ്ഡീഗറിൽ കണ്ടു. പക്ഷേ ചണ്ഡീഗറിലെ ആ റോസ് ഗാർഡനൊന്നും ഇതിൻ്റെ ഒരു അയലത്ത് പോലും വരാൻ പറ്റത്തില്ല. കാരണം ഇത് അത്ര വലിയ റോസ് ഗാർഡനാണ്. അതായത് ഇതിപ്പോൾ നമുക്ക് നടക്കാനാണെങ്കിലും ഒരു 4-5 കിലോമീറ്റർ നടന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓരോ പണയിലും നമ്മൾ നടന്നു കഴിഞ്ഞാൽ വലിയ അനുഭവങ്ങളാണ്. അത് ഏതായാലും കാണാനിടയായി. ഒരു വലിയ കാഴ്ചയായിരുന്നു അത്. ഈ ജാപ്പനീസ് ഗാർഡൻ, അതേപോലെ ഈ അവരുടെ ഈ ഫുഡ്, അതായത് മോച്ചി മേച്ച, ഇതൊക്കെ അനുഭവിക്കാൻ പറ്റി. പിന്നെ ഇതേപോലെ ഈ ഗാർഡൻ, അതുപോലെ ആ ബോൺസായി മരങ്ങൾ കണ്ടതാണ് എനിക്ക് വളരെ അതിശയം. കാരണം അത് കണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ആദ്യം എനിക്കത് തോന്നിയില്ല ഇത് ഇത്രയും അതിശയമാണെന്ന്. പിന്നെ മനസ്സിലായപ്പോഴാണ് 125 വർഷങ്ങളൊക്കെ പഴക്കമുള്ള മരങ്ങളാണ് ഈ നിർത്തിയേക്കുന്നത്. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും അതിന് കാവലുണ്ട് അവിടെ എപ്പോഴും. ബാക്കിയെങ്ങും കാവലൊന്നുമില്ല. പിന്നെ ആരും അവിടെ ഈ പൂവൊന്നും ആരും പറിച്ചെടുക്കത്തില്ല കേട്ടോ. ഒരു മനുഷ്യനും അതിൽ തൊടത്തില്ല, പറിക്കുകയില്ല. അത് ടച്ച് ചെയ്താലൊന്നും കുഴപ്പമില്ല. അവർ അതിനെക്കുറിച്ചൊന്നും അതൊന്നും പറയാറില്ല. എന്തായാലും ആ മണ്ണ് എന്തോ ഒരു കറുത്ത നല്ല ജെറ്റ് ബ്ലാക്കാണ്, അങ്ങനെയുള്ള മണ്ണാണ്. അതേപോലെ വളമൊക്കെ ആയിരിക്കാം അതിനകത്ത് ഇട്ടേക്കുന്നത്, എന്താണെന്ന് അറിയില്ല. ഏതായാലും അതൊരു നല്ല കാഴ്ചയായിരുന്നു. ഞങ്ങൾ മടങ്ങി അവിടുന്ന്. പിന്നെ ശേഷം അടുത്തതിൽ